ആക്ച്വലി സെക്കൻഡ് ഫിലിമാണ് കേട്ടോ. ഇതിനു മുന്നേ ചെറിയൊരു അൺക്രെഡിറ്റഡ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഇത്രയും അനുഭവങ്ങളും നമ്മൾ ആദ്യമായിട്ട് സിനിമാ ലോകത്തെത്തുന്ന ഒരാൾക്ക്, ഇത് എന്നെ സംബന്ധിച്ച ഒരാൾക്ക്, എന്നെ പോലെ ചുറ്റുപാടിൽ ജീവിച്ച ഒരാൾക്ക്, സോ ഇറ്റ്സ് എന്താ പറയുക, പ്രൈസ്ലെസ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സിനിമയെ പറ്റിയിട്ടും ഇപ്പോൾ ജീവിതത്തെ പറ്റിയിട്ടാണെങ്കിലും. ഇപ്പോൾ നമ്മൾ കോവിഡ് സമയത്ത് അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഷൂട്ടിൻ്റെ സെറ്റുകളിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ വലിയ വലിയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലെജൻസിൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ്സ്, ഇപ്പോൾ ബ്ലസ്സി സാറായാലും, ഇപ്പോൾ ജിമ്മി ചാനായാലും, രാജുവേട്ടനായാലും, ഇപ്പോൾ റഹ്മാൻ സാറായാലും, അവരുടെയൊക്കെ എത്ര ഉയരങ്ങളിലെത്തിയാലും അവിടെ എപ്പോഴും നിലത്തുറച്ച് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അവിടെ നിന്നൊക്കെ ഞാനൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്ന നോവലിൽ മൊത്തം ആത്മകഥങ്ങളല്ല, അത് ബ്ലസ്സി സാറ് അത് തിരക്കഥയായിട്ട് മാറ്റുമ്പോൾ നമുക്കൊരു ആത്മകഥ മൊത്തം, ബ്ലസ്സി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മകഥ മൊത്തം തിരക്കഥയായിട്ട് മാറ്റുമ്പോൾ ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. സോ അത് എനിക്ക് തോന്നുന്നു ബ്ലസ്സി എന്ന ഫിലിം മേക്കർ ഇസ് മാഗ്നം ഓപ്പസ് ആണിത്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാജുവേട്ടൻ എന്താ, ഇത് രാജുവേട്ടനല്ല, വേറൊരാളാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കുറേ നേരം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ടതാണ്. പക്ഷേ ഇത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഇത് ആരാന്നുള്ള രീതിയിലാണ്. ഇത് ഞാൻ കണ്ട രാജുവേട്ടനല്ലല്ലോ, ഇത് വേറെ അല്ല കളിച്ച് കളിച്ചായിരുന്ന രാജുവേട്ടനല്ല, ഇത് വേറൊരാളാണല്ലോ. അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അമേസ്ഡ്. ഏതാണ് ഒരു ആക്ടർ എന്ന നിലയിൽ ഈ ഒരു ആക്ടിങ് പെർഫോമൻസ് കാണുമ്പോൾ എപ്പോഴും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് എന്നെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോഴും. ഇതുപോലെ തന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിനക്കുണ്ടാകുന്ന ഫ്രീഡം, അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക. മാനറിസങ്ങളൊന്നും നിന്നെ ആർക്കും അറിയില്ല, നിന്നെ ഇതിന് ശേഷമായിരിക്കും ആളുകൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിൻ്റെ മാനറിസങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ എന്താ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഓരോരോ അഡ്വൈസുകളായിട്ട് തന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഷോട്ട് എടുക്കുന്നതിന് സമയത്താണെങ്കിലും അതിനുശേഷം നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ കുറേ അധികം അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ അനുഭവങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ല, ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്.